ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വാഹനത്തിൻ്റെ ഫ്യൂസും വയറിങ്ങും അതിനെ സംബന്ധിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളുമാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. വാഹനത്തിൻ്റെ ഒരുവിധം മിക്ക ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് വാഹനത്തിൽ കൊടുത്തിട്ടുള്ള വയറിങ്ങിലൂടെയാണ്. ആ വയറിങ്ങുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഫ്യൂസ് ബോക്സിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ഫ്യൂസുകൾ പല ആംപിയറിലും ലഭ്യമാണ്. ഓരോ ഫ്യൂസിനും അതിൻ്റേതായ ആംപിയറിനനുസരിച്ച് കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ചില വാഹനങ്ങളിൽ ഫ്യൂസുകളുടെ ആംപിയർ സെയിം ആണെങ്കിലും ഫ്യൂസുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം കാണാറുണ്ട്. ഈ ഫ്യൂസുകളെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് ഒരു ബോക്സിനുള്ളിലായിട്ടാണ്. ഇതിന് നമ്മളെ വാഹനത്തിൻ്റെ ഫ്യൂസ് ബോക്സ് എന്നാണ് പറയുക. അത് ചില വാഹനങ്ങളിൽ ഡാഷ്ബോർഡിനുള്ളിലായിരിക്കും ഫ്യൂസ് ബോക്സ് വരിക, ചില വാഹനങ്ങളിൽ എൻജിൻ റൂമിനുള്ളിലായിരിക്കും വരിക. നമുക്കപ്പോൾ ഫ്യൂസ് ബോക്സ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഇതേപോലെയാണ് വാഹനത്തിൻ്റെ ഫ്യൂസ് ബോക്സുകൾ ഇരിക്കുക. വാഹനത്തിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് ആണ് അതിൻ്റെ ഫ്യൂസ് ബോക്സിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഫ്യൂസിൻ്റെ ഓരോ ആംപിയറും കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് അതിൻ്റെ കളറിലും ചേഞ്ച് കാണാം. ഈ ഫ്യൂസ് ബോക്സിൽ ഒരു ഫ്യൂസ് പിടിപ്പിക്കുന്ന ഭാഗം മാത്രം കടടക്കം കരിഞ്ഞു പോയിട്ടുണ്ട്. അതിന് കാരണം വാഹനത്തിൽ വരുന്ന ഷോർട്ട് സർക്യൂട്ടുകൾ മൂലം ഫ്യൂസ് കട്ടാവാൻ കൂടുതൽ സമയം എടുക്കാറുണ്ട്. ചില ഫ്യൂസുകൾ പെട്ടെന്ന് പോവില്ല, അപ്പോൾ അത് ഉരുകിയിട്ടാണ് കട്ടാവുക. അതുമൂലമാണ് ഇത്തരം സംഭവങ്ങൾ ഫ്യൂസ് ബോക്സിനുള്ളിൽ ഉണ്ടാവാറുള്ളത്. വാഹനത്തിൻ്റെ ഫ്യൂസ് ബോക്സുമായി ബന്ധമുള്ള കുറച്ച് ഭാഗങ്ങളുടെ പേര് പറയാം. സ്റ്റാർട്ടിംഗ് മോട്ടർ, റേഡിയേറ്റർ ഫാന്, വൈപ്പർ മോട്ടർ, ഹെഡ് ലൈറ്റുകൾ, മറ്റ് ലൈറ്റുകൾ, ടെയിൽ ലൈറ്റ്,